Watch full episodes on Jio Hotstar. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ഫ്രോഗ് ബോട്ട് ഓട്ടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ. ഈ ഊഞ്ഞാല് കാണുമ്പോ എനിക്ക് എന്റെ കുഞ്ഞുകാലം ഓർമ്മ വരിക. വലിയേട്ടാ അങ്ങോട്ട് നോക്കൂ. വലിയേട്ടാ, ഇവർക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. സ്റ്റാച്യു കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അതെ മോട്ടു, ഇനി നീ ഏട്ടനോട് ഈ ഫ്രോഗിനും ജീവൻ കൊണ്ടുവരാൻ പറയരുത് കേട്ടോ. ഫ്രോഗിനെ ഒരിക്കലും ജീവൻ കൊടുക്കാൻ പറ്റില്ല. ആരാ പറഞ്ഞ ജീവൻ കൊടുക്കാൻ പറ്റില്ലെന്ന്? എന്റെ ചങ്കേന്റെ ബ്രോ, ഈ റോബോട്ട് എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാലോ. അതുപോലെ ഇതിനെയൊക്കെ ഞാൻ റോബോട്ടാക്കി മാറ്റി കാണിച്ചു തരാം. എന്നെ കൊണ്ട് പറ്റും. അതേ വലിയേട്ടൻ പൊളിച്ചേ. വലിയേട്ട ഒന്ന് വേഗത്തിൽ ചെയ്യൂ. എങ്കിൽ വേഗത്തിൽ ചെയ്യൂ. മോട്ടു, ഇവർക്ക് ജീവൻ നൽകൂ പ്ലീസ്. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനിത് അപ്പൊ തന്നെ ചെയ്തേക്കാം. എന്റെ അടുത്ത് ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് ജെറ്റ്കോയുടെ മാജിക് ഗൺ. അല്ല, ഇവിടെന്താ ഈ നടക്കുന്നത്? അത് വലുതായല്ലോ. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? ഇത് കണ്ടോ ഫ്രോഗ്സ് ഒക്കെ കുംഫു കാണിക്കുകയാണ്. വലിയേട്ട, ഇതൊക്കെ മനുഷ്യരുടെ ഒരു ആർട്ടല്ലേ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കുംഫു കളിച്ച് അതിൽ എന്ത് രസമാവുള്ളത്? റിയൽ കുംഫു കളിക്കുമ്പോഴല്ലേ അത് കാണുമ്പോ ഒരു രസം ഉണ്ടാവുക. ആദ്യം ഇതൊക്കെ ഒന്ന് പഠിക്കാൻ നോക്ക്, എന്നിട്ട് മതി ഈ സൂത്രപ്പണിയൊക്കെ. ഇതൊന്നും നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യമാ. ഇയാൾ ആരാ ഇത്രയധികം സംസാരിക്കുന്നു? നമ്മൾ ആരാന്ന് അയാളൊന്ന് കാണിച്ചു കൊടുക്കണം. വാ മോട്ടു, ഓടിക്കോ. ഇവരുടെ കയ്യിൽ ഒരിക്കലും അകപ്പെടരുത്. ഓടിക്കോ. നമുക്ക് തടി കിടക്കണ്ട, ഓടിക്കോ. ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാനുണ്ട്. കുംഫു ഫ്രോഗ്, വാ. കുംഫു ഫ്രോഗ്. ഷെടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഫ്രോഗ് ആരെങ്കിലും കടിച്ചാ അവരും ഫ്രോഗായിട്ട് മാറും. ഈ കാര്യം ഞാൻ നിന്നോട് ആദ്യമേ പറയണമായിരുന്നു. എന്താ പറഞ്ഞ വലിയേട്ടാ? പേടിച്ചോടാണോ? എങ്ങോട്ടായി ഓടുന്നത് മോട്ടോ? അതേ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴെന്തിനാണ് നിർത്തിയത്? എനിക്ക് വേദനിക്കുന്നു, കാലം എടുക്കൂ പ്ലീസ്. അതെ, എന്താ ഇങ്ങനെ ടറെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അവരിതുവരെ നിങ്ങളെ കടിച്ചിട്ട് പോലും ഇല്ല. നിങ്ങൾക്കറിയാവോ, ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കോ. വിടരുത് അവിടെ. മോട്ടു, എത്രയും പെട്ടെന്ന് നമുക്ക് ആ കേബിൾ കയറി കയറാം. അയ്യോ, ഇത് ട്രെയിൻ പിടിക്കുന്നാണല്ലോ തോന്നുന്നത്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവന്മാരൊക്കെ ഇതിന് മേളിൽ നിൽക്കുവാണല്ലോ. അവന്മാരുടെ പണി തുടങ്ങി കേട്ടോ. വലിയേട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. അതേ ഡോക്ടർ ജഡ്ക, അവരെന്താ ചെയ്ത് നോക്ക്. എല്ലാ പ്രാവശ്യവും വല്ല പുതിയ കാര്യം ചെയ്തിട്ട് പ്രശ്നത്തിലാക്കുന്നുണ്ടല്ലോ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇപ്പൊ എന്താ ചെയ്യാ? എന്നെ ഒന്ന് ആലോചിക്കാൻ വിട്. അല്ല, നിങ്ങളെയാ എവിടെയാ? കുറച്ച് ഓവറായിട്ട് ചെയ്തോണ്ടിരുന്നില്ലേ? വരൂ, നമുക്ക് ഇവിടുന്ന് ഓടിക്കളയാ. Come on, assemble to parachute. അത് കണ്ടോ, അവരൊക്കെ ഒരു പാരച്യൂട്ടായി മാറി നമ്മുടെ പുറകെ വരുന്നുണ്ട്. ചിങ്കം സാറ്, എന്തെങ്കിലും ചെയ്യൂ. എന്റെ അമ്മോ, why fear when Chingam is here? Hey, frog,
Stop in the name of frog law. Charge. ഇളനീരുകളെ സ്റ്റോപ്പ്. ഇന്ത്യ ദൈവമാണ് സത്യം. നിങ്ങൾ ആക്രമിക്കേണ്ടത് ആ ഫ്രോഗ്സിനെയാണ്. Come on, assemble to play. ഈ തേങ്ങയോട് എന്ത് തന്നെ പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിലോട്ട് തന്നെ വന്ന് വീഴും. എന്ത് ചെയ്യാനാ? വിടരുത് അവന്മാരെ. നിക്കവിടെ. നിങ്ങൾക്ക് ഓടി വരാൻ നടുറോഡ് മാത്രമേ കണ്ടുള്ളൂ. അവിടെ ഇറങ്ങണോ? എന്റെ വണ്ടി ഇറങ്ങി പോകും. ഒന്ന് വാങ്ങിച്ചോ. ഇപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ട്. എന്റെ വണ്ടി തന്നിട്ട് പോകൂ. എന്റെ കാറ്. ഐഡിയ വരൂ. അയ്യോ എന്റെ കാറ്. എന്റെ പ്രിയപ്പെട്ട കാറ് അടിച്ചോണ്ട് പോയല്ലോ. അയ്യോമാർക്ക് ഡ്രൈവിംഗ് അറിയാൻ തോന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് മനുഷ്യന്മാരുടെ എല്ലാ വിദ്യകളും അറിയാം. ഞാൻ നിന്നെ ഒന്ന് പിടിച്ച് കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നീ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിത്തീരും. എന്താ വരുന്നില്ലേ? വരൂ വരൂ. വേണ്ട എനിക്കൊരു ഫ്രോഗ് ഫാമിലി മെമ്പർ ആകാനൊന്നും കൊതിയില്ല. ഞങ്ങളുടെ ഫ്രോഗ് ഫാമിലിയിലേക്ക് വരൂ സുഹൃത്തേ. മാക്രോ മാക്രോ മാക്രോ. വേണ്ട. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇതെന്താ? ഇയാൾക്കെന്താ പറ്റിയത്? ഇളകണ്ടോ? അവറ്റകൾ എന്നെ ഒരു ഫ്രോഗ് ആക്കി മാറ്റിയടാ. അതേ ഡോക്ടർ ജട്ക, മോട്ടു ഒരു ഫ്രോഗായി മാറിയിരിക്കുകയാണ്. ചേട്ടാ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, എന്താ നീ ഇങ്ങനെയായി പോയത്? എന്റെ അമ്മോ, ബൈ ബൈ മോട്ടു, ഓൾ ദ ബെസ്റ്റ്. അതെ, എന്താ ചിക്കൻ സാറേ, എന്തിനാ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നത്? പത്തില് ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിന്നെ കടിക്കാനും എന്റെ മനസ്സ് പറയുന്നു. പത്തിലു ഒരു പ്രാവശ്യം കടിച്ചോട്ടെ പ്ലീസ്. വേണ്ട മോട്ടു, അങ്ങനെയൊന്നും ചെയ്യരുതേ. നീ എന്റെ ഫ്രണ്ട് അല്ലേ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ നീ എന്നെ കടിച്ചു കഴിഞ്ഞാൽ ഞാനും തീർച്ചയായിട്ടും ഒരു ഫ്രോഗായി മാറിപ്പോവും. എനിക്കിരിക്കണം. വേണ്ട, എനിക്കകത്തേക്ക് വേണം. മമ്മി എനിക്കിരിക്കണം എന്ന് പറഞ്ഞില്ലേ? പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഡോക്ടർ ജട്ക, നിങ്ങളുടെ ആ ഗണ്ണ് എവിടെ പോയി? ആ ഗണ്ണെടുത്ത് ഒരിക്കൽ കൂടെ നിങ്ങൾ പ്രവർത്തിച്ചു നോക്കൂ. ചിലപ്പോ അവര് വീണ്ടും സ്റ്റാച്യൂസ് ആയി മാറിയാലോ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ അവിടുന്ന് വരുമ്പോ ആ ഗൺ ഞാൻ അവിടെ തന്നെ വിട്ടിട്ട് വന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? വലിയേട്ടാ, നിങ്ങൾ ഗസീട്ടാറാകുമ്പോൾ വേഗത്തിൽ അങ്ങോട്ട് ചെല്ലൂ. എന്നിട്ട് ഉടൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അതുവരെ ഞങ്ങൾ ഈ ഫ്രോഗിനെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തിക്കോളാം. വരൂ, വേഗം വരൂ. ഒറ്റയ്ക്ക് ഞാനിപ്പോ കാണിച്ചു തരാമടാ. ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ലടാ. ഇവന് ശ്രദ്ധ തിരിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ഇവൻ നമ്മളെ അടിച്ച് ചമ്മന്തിയാക്കി കളയും. മോട്ടു, ലഞ്ച് ടൈം ആയി. അതാ നോക്ക്, എത്ര രുചിയുള്ള ഭക്ഷണ. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം.
അതേ മോട്ടു, നീ എന്താണ് ചെയ്യുന്നത്? അവര് നിന്നെ ഫൈറ്റിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേഗം ഫൈറ്റ് ചെയ്യേ. ഡോക്ടർ ചട്ക വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം വന്ന് എല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് സമോസകൾ കഴിക്കാൻ പോവാം. എന്ത് സമൂസയോ? പൊളിച്ചേ പത്തലു, ഇപ്പൊ കണ്ടോളൂ. ഡോക്ടർ ചട്ക, എത്രയും പെട്ടെന്ന് ഗണ്ണ് താ. ഇതാ പിടിച്ചോ. മോട്ടു, ഇത് പിടിച്ചോ. ഇന്നാ മോട്ടു, എന്റെ സുഹൃത്തെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വരൂ വലിയേട്ടാ, നമുക്ക് ചെന്നിട്ട് ഇവരെ റോക്കി ലാൻഡിൽ ഇവരുടെ സ്ഥലത്ത് തന്നെ വെച്ചേക്കാം. എന്ത് പറയുന്നു? എന്നിട്ട് വേണം ചെന്ന് സമൂസ കഴിക്കാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.